അച്ഛാ 9-ാം തീയതി അല്ലേ ഇലക്ഷൻ? ആ അതെ 9-ാം തീയതി. നമുക്ക് എവിടാ വോട്ട്? നമുക്ക് പുഞ്ചക്കരി സ്കൂളിൽ. അച്ഛാ എനിക്കൊരു സംശയം, ഞാൻ ചോദിക്കട്ടെ? ചോദിക്കും. അച്ഛൻ നമ്മളിടുന്ന വോട്ടിനെല്ലാം തുല്യ പ്രാധാന്യമല്ലേ? എന്തോന്ന്? അല്ല, പാവപ്പെട്ടവന്റെ വോട്ട് പണക്കാരന്റെ വോട്ട് എന്നല്ല വേർതിരിവല്ലോ ഉണ്ടോ? എന്തോന്നടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മളിടുന്ന വോട്ടിന് 1, ജോലിയുള്ളവർ ഇടുന്നതിന് 5, സെലിബ്രിറ്റികൾക്ക് 10, പിന്നെ VIP കൾക്ക് 25, അങ്ങനെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വല്ലതും ഉണ്ടോ? എന്നുവെച്ചാൽ അവരിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ വോട്ട് എല്ലാവർക്കും തുല്യമല്ലേ? അതെ, അത് ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയും വോട്ടിന് മാത്രമേ ഉള്ളൂ ഈ തുല്യത. വലിയവനിടുന്നവനായാലും ചെറുതിടുന്നതായാലും VIP ഇടുന്നതായാലും എന്തുവാ ജോലി സെലിബ്രിറ്റികൾ ആരിടുന്ന വോട്ടിനും തുല്യ പ്രാധാന്യമുള്ളത് ഈ ലോകത്ത് വോട്ടിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഏറ്റക്കുറച്ചിലാണ്. ബാക്കി എന്ത് കാര്യത്തിനും ഏറ്റക്കുറ വലിയവനെന്ന് ചെറിയവനെന്നൊക്കെ ഉണ്ട്. ഈ വോട്ടിൻ്റെ ഇതിന് മാത്രം അതില്ല. എന്ത് നീ ചോദിക്കാൻ കാരണം? അല്ല, കാശുകാർ താമസിക്കുന്ന വില്ല, ഫ്ലാറ്റ്, പിന്നെ സെലിബ്രിറ്റികളും VIP കളൊക്കെ താമസിക്കുന്ന ഏരിയകൾ, പിന്നെ മന്ത്രിമാര് നേതാക്കന്മാരൊക്കെ അവരെയൊക്കെ പരിസരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല അവിടുത്തെ റോഡും സ്ഥലങ്ങളെല്ലാം നല്ല ലൈറ്റ്, പൂന്തോട്ടങ്ങൾ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും 5 വർഷത്തിലൊരിക്കൽ ടാർ ചെയ്താലേ അത് മാത്രം 1 മാസം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം പൊട്ടി പൊളിഞ്ഞു പോവുകയും ചെയ്യും. അത് പിന്നെ അടുത്ത ഇലക്ഷൻ വരെ നമ്മൾ ആ കുണ്ടും കുടിയിലും കൂടെ വേണം യാത്ര ചെയ്യാൻ. അല്ല, നമ്മളെ വോട്ടും കൂടെ കൊണ്ടല്ലേ അവർ ജയിക്കുന്നത്. അപ്പം വലിയവർക്ക് ചെയ്യുന്ന അതേ പരിഗണന നമുക്കും കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത്, എല്ലാവരുടെ വോട്ടും തുല്യമല്ലേ എന്ന്. മോനെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ അച്ഛന് പാടാണ്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നിന്റെ ആ പക്വത, നിന്റെ ആ വളർച്ചയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. കാരണം വീടിൽ നിന്ന് വിട്ട് പുറത്തോട്ടുള്ള കാര്യങ്ങൾ നീ തിരക്കുന്നു, അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. അതായത് നിന്റെ ആ പക്വതയുടെയാണ് ആ ഒരു വന്നത്. ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ MP ആയാലും MLA ആയാലും ആരായാലും നമ്മുടെ നിന്നൊക്കെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് അവർ പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ അവരിങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവർ അടുത്ത ഇലക്ഷൻ വന്നാൽ മതി. നമ്മുടെ ഈ നാട് നന്നാക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരാണ്. അവരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ഈ നാട് നന്നാവാത്തതിൻ്റെ കാരണം. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MLA ഫണ്ട്, MP ഫണ്ട് ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ നാടിന് എന്ത് ആവശ്യമുണ്ട്, എന്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക നേതാക്കന്മാരാണ്. പ്രാദേശിക നേതാക്കന്മാരോ? അതാരാ പ്രാദേശിക നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള നേതാക്കന്മാർ. അതായത് അച്ഛൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പം ഈ വീട്ടിൽ ജോലി ചെയ്ത് കാശ് കൊണ്ടുവരുന്നത് ഞാനാണ്, അച്ഛനാണ്. അപ്പം ഈ വീട്ടിൽ എന്തൊക്കെ വേണം, ഏതൊക്കെ വേണം, ആർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അച്ഛന് കൃത്യമായിട്ട് അറിയണമെന്നില്ല. അതറിയാവുന്നുള്ളത് അമ്മയാണ്. അപ്പം അമ്മയുടെ മിടുക്കാണ് മക്കൾക്ക് അത് വേണം, വീട്ടിൽ ഇന്ന സാധനങ്ങൾ മേടിക്കണം. അപ്പം അച്ഛൻ കൊണ്ടുവരുന്ന കാശ് വാങ്ങിച്ച് ഈ വീട്ടിലുള്ള ആവശ്യങ്ങളെല്ലാം നോക്കി വീട് മൊത്തം നന്നായിട്ട് നോക്കി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അമ്മയ്ക്കാണ്. അപ്പം അതുപോലെ തന്നെയാണ് MLA ഫണ്ട് മേടിച്ചും MP ഫണ്ട് മേടിച്ചും നമ്മുടെ നാടിന് റോഡ് വേണോ, തോട് വേണോ, ഓട വേണോ, പിന്നെ പൈപ്പ് വേണോ, കിണർ വേണോ, കറണ്ട് വേണോ, ആൾക്കാർക്ക് വീട് വേണോ എന്നൊക്കെ നേരിച്ച് എന്ന് ആവശ്യപ്പെട്ട് വാങ്ങിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രാദേശിക നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് മണ്ഡലം സെക്രട്ടറി എന്നും അല്ല ഏരിയ സെക്രട്ടറി എന്നും മണ്ഡലം പ്രസിഡന്റ് എന്നും പറഞ്ഞ കുറേ നേതാക്കന്മാർ ഫ്ലെക്സൊക്കെ കുറേ വെക്കുന്നതൊക്കെ കാണാം. അവരുടെ ഉറപ്പിലാണ് നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കുന്നത്. ഈ ഇപ്പൊ ഇതിൽ കണ്ട 3 നേതാക്കന്മാരെ നേരിട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ നിൽക്കുന്ന 3 നേതാക്കന്മാരെ നേരിട്ടിട്ടുണ്ടോ? പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി നീ കണ്ടു കാണും, ബാക്കിയുള്ളവരെ നീ കണ്ടിട്ടില്ല. അപ്പം അവരെ ഫോട്ടോ കണ്ടിട്ടല്ല നീ കൊടുക്കുന്നത്. നമ്മളിവിടെ വോട്ട് ചോദിച്ചു വരുന്ന ആരാണ്? നമുക്കറിയാന്നുള്ള മാമന്മാരും ചേട്ടന്മാരും ഒക്കെ ഇല്ലേ വരുന്നത് നിന്നോട് വന്ന്. അപ്പം ആ വരുന്ന ചേട്ടന്മാരിൽ ആരാണോ നിന്നെ കൂടുതൽ ഇഷ്ടമുള്ള ചേട്ടൻ ആരാണോ അവർ പറയുന്നവർക്ക് ചിലപ്പോൾ നീ വോട്ട് കൊടുക്കുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഏരിയ എങ്ങനെ ആയിരിക്കണം, ഈ നാട് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ നാടിന് എന്താണ് വേണ്ടതെന്നുള്ളത് മുതിർന്ന ഈ ജയിച്ചു പോയ ആൾക്കാർ ഇവർ ജയിപ്പിക്കുന്നില്ലേ? അവരിൽ നിന്ന് ആ ഫണ്ട് മേടിച്ച് നമ്മളിവിടെയൊക്കെ നന്നാക്കി ഈ നാട് നന്നാക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവർ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് അവരുടെ അടുത്താണ്, ഈ പ്രാദേശിക നേതാക്കന്മാരുടെ അടുത്താണ്. നിങ്ങളുടെ MLA നിങ്ങളുടെ MP ഒക്കെ ജയിച്ച് പോയിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്തു, അടുത്ത് വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് വേണം ചോദിക്കാം. അവർ നന്നായിരുന്നാൽ ഓക്കെ. അവർ നല്ല രീതിയിൽ ഫണ്ട് മേടിച്ച് ഈ നാടിന് വികസനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നായിരിക്കും, നമ്മൾ നന്നായിരിക്കും. അപ്പോൾ ഈ വലിയവനും ചെറിയവനും എന്നുള്ളൊരു വ്യത്യാസമൊന്നും അവിടെ വല്ല. നീനൊക്കെ ഇപ്പോൾ തോന്നിയില്ലേ? ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും ഉള്ളിൽ ചോദിക്കുക മാത്രമേ തോന്നുക മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ആരോടും ചോദിക്കില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ കുഴപ്പം.